നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കാഴ്ചകളുടെ നവവസന്തവുമായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ജീസസ് കിഡ്സ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജീവിതത്തിൽ പല മാറ്റങ്ങളും നമുക്കുണ്ടാകുന്നത് മറ്റ് ജീവിതങ്ങൾ നമുക്ക് പാഠങ്ങളാവുമ്പോഴാണ്. അത്തരം ജീവിതങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇതാ കാട്ടിലെ കൂട്ടുകാർ. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുതിച്ചു കയറിയാട്ടോ. സംഗതി നേരാ. ഇങ്ങനെയൊക്കെ പോയാൽ ജീവിക്കാൻ തന്നെ പ്രയാസമാവും കേട്ടോ. അതെ അതെ അതെ, വില നിലവാരം പിടിച്ചു നിർത്താനേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യാനാ, അരിയും മറ്റു സാധനങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിക്കാതെ മറ്റുള്ള കാടുകളെയല്ലേ ആശ്രയിക്കുന്നത്. കറക്റ്റ്. മുറ്റത്ത് കൃഷി ചെയ്തുണ്ടാക്കാവുന്ന വെജിറ്റബിൾസ് പോലും നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നു. അത് പറഞ്ഞത് നേരാ. അതും വിഷാംശം കലർന്ന പച്ചക്കറി. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, ആർക്കും ഒന്നിനും നേരമില്ല. വെരി ബിസി. ഇങ്ങനെ പത്രവും വായിച്ചിരുന്നാ മതിയാ, കളിക്കാൻ പോണ്ട നമുക്ക്. അല്പം പൊതുവിജ്ഞാനമൊക്കെ വേണ്ടേ? അതൊക്കെ വേണം. പക്ഷെ പേപ്പർ തുറന്നിട്ടില്ല, പിന്നെ വിലക്കയറ്റം, കളവ്, ആക്സിഡന്റ് എന്നൊക്കെ കാണാനുള്ളത്. ഓ, ഇതൊക്കെ റീഡ് ചെയ്ത് മടുത്തു. നമുക്ക് കളിക്കാൻ പോകാമെന്നേ. മോട്ട് പേപ്പർ വായിക്കിട്ടുന്ന് നമുക്ക് കളിക്കാൻ പോവാം. വാ. ഞാനും ഉണ്ടെന്നേ. നിങ്ങൾ ഇങ്ങനെ പിണങ്ങി പോയാലോ? പിണങ്ങിയതൊന്നല്ലെന്നേ, കളിക്കാൻ പോയാ വൈകും, അതുകൊണ്ടാ. സ്കൂളിൽ പോകാൻ വൈകും, ഭക്ഷണം കഴിക്കാൻ വൈകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കളിക്കാൻ വൈകും എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഈ മോട്ട് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. പിണങ്ങി പോവാതെന്ന്. ഞാനും വരുന്നു. ഒന്ന് നിൽക്കുന്നേ. ഓ, ഇനി നാളെ പത്രം വായിക്കാം. എന്റെ അമ്മോ. കൂട്ടുകാരെ, എന്നോട് പിണങ്ങല്ലേ. ഞാനും ഉണ്ട്. നിന്നോട് പറഞ്ഞതല്ലേ, നിന്നോട് ഞങ്ങൾക്കൊരു പിണക്കവുമില്ല. ഞങ്ങൾ കളിക്കാൻ നേരെ വൈകുന്നോണ്ടാ ഞങ്ങൾ വേഗം നടക്കുന്നത്. ഓ, അങ്ങനെയാണോ? ഏതോ ഒരു തടിമാട്. ഒരു വയറൻ. കഷ്ടം ഉണ്ടാവൂട്ടോ, ഇങ്ങനെ ഒന്നും കളിയാക്കരുത്. പിന്നെ തടിയുള്ളവരെ പിന്നെ തടീനെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? തടി മാത്രല്ല, അവന്റെ വയറ് കണ്ട ഒരു മത്തങ്ങ പോലുണ്ട്. കൊള്ളാണ്ട ഒരു പിടി. എടാ വയറാ, നീ എങ്ങോട്ടാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ചങ്ങാതിമാരെ, ഞാൻ തൊട്ടടുത്ത ഏലപ്പാറ കാട്ടില. എങ്ങനെ തടിയാ ഇവിടെ എത്തിയത്? കൂട്ടുകാരെ, ഇങ്ങനെ കളിയാക്കല്ലേ. ഇഷ്ടാന ഭോജനവും അടിച്ച് തട്ടിച്ച് വയറും ചാടി ഇപ്പൊ കളിയാക്കരുതോ? നിങ്ങൾ എന്തിനാ ഈ പാവത്തിനെ കളിയാക്കുന്നത്? നീ ഇതിലിടപെടണ്ടട്ടാ, മനസ്സിലാവണ്ട എനിക്ക്. നിങ്ങള് വഴക്കുണ്ടാക്കണ്ട കേട്ടോ. എന്നെ എല്ലാരും കളിയാക്കുന്നതാ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പൊ നാട്ടിലും ഇത് തന്നെയാ സ്ഥിതി അല്ലേ? അല്ല പിന്നെ. നിങ്ങൾ വിട്, അവൻ എവിടെയെങ്കിലും പോട്ടെ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ വന്നത്? ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ വന്നതാ. അപ്പൊ ഇവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിട്ട് പോകൂലേ?
ഇവനെന്തീ പറയുന്നേ? ഭക്ഷ്യക്ഷാമമോ? ഭക്ഷണം കഴിച്ച് നമ്മുടെ കാട് മുടിക്കുമെന്ന്. എന്താ ഇത്? എന്താ ഗംഭീർ ഇത്? അവനൊരു പോക്ക് കണ്ടില്ലേ? നിങ്ങള് കളിയാക്കിയതേ ഒട്ടും ശരിയായില്ല കേട്ടോ. പിന്നെ ഒരു സൽസ്വഭാവി. നമ്മളെ ആരെയും കളിയാക്കരുത്. നമ്മള് മറ്റുള്ളവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് തെറ്റാ. എന്തൊരുപദേശം. ഉപദേശമല്ല കൂട്ടുകാരെ, ആര് എപ്പോഴാ എങ്ങനെയാ ഉപകാരപ്പെടുക എന്ന് ആർക്കറിയാം. നീ വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് പോവാം. പിന്നല്ലാതെ. പിന്നെ ഇവന് ഉപദേശം കേട്ടെങ്കിലല്ലേ നമ്മുടെ വഴി. എന്ത് ചെയ്യാനാ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവർ. പാവം, തടി ദൈവം നൽകിയതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ശ്ശോ. ഈശ്വര, എനിക്ക് ജീവിക്കണ്ട, എന്തൊരു കഷ്ടമാ. എല്ലാവരും വയറാന്ന് വിളിച്ച് കളിയാക്കി. എനിക്ക് വയറുണ്ടായത് എന്റെ കുറ്റാണോ? സാറേ, ഞാൻ പറഞ്ഞ ആള് ദേ ഇരിക്കുന്നു. ഓ, എന്തോ വിഷമത്തിലാണല്ലോ, പാവം. നമുക്കൊന്ന് പോയി നോക്കാം. വരൂ. ശരി സാറേ, നമുക്ക് നോക്കാം. എന്തോ സങ്കടമുണ്ട് കേട്ടോ, ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഏയ്, ഹലോ ഹലോ. എന്തു പറ്റി? എന്താ മോൻ വിഷമിച്ചിരിക്കുന്നത്? മോനോ ഞാനോ? ഞാൻ തടിയനാ, വയറനാ. പാവം കരയല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി മോന്റെ വിഷമം. കരയല്ലേ? എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇങ്ങനെ സങ്കടപ്പെടാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മോന്റെ പേരെന്താ? മോനെ കപിൽ. മോൻ വിഷമിക്കാതെ, മോന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. ആർക്കും ഇഷ്ടല്ല. മോന് എന്നെ മനസ്സിലായി കാണില്ല. ഞാൻ ഈ കാട്ടിലെ ഹരിതശ്രീ വിദ്യാലയത്തിലെ സാറാ. ക്ഷമിക്കണം സാറേ, എനിക്കറിയില്ല. സാരമില്ല, മോൻ ഇരിക്കേ. സാറേ, എനിക്ക് ഭയങ്കര വിഷമമായി. എന്നെ എല്ലാവരും കളിയാക്കണ്. അതൊന്നും സാരമില്ല മോനെ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും, തീർച്ച. നന്ദി സാറേ. സാറിനെ പോലുള്ളവരാ എന്നെ കളിയാക്കാത്ത ചുരുക്കം ചിലരിൽ പെടുന്നത്. എല്ലാം ശരിയാവും. മോൻ സമാധാനമായി വീട്ടിലേക്ക് പോയിക്കോളൂ. ശരി സാറേ, എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയിട്ട് വരാം. ശരി, പോയി വരും. ശരി കപിലേ, കരയണ്ടാട്ടോ. സാറേ, ആ ഗംഭീരും പപ്പീസുവാ ഇവനെ വല്ലാതെ കളിയാക്കിയത്. കഷ്ടം. അവിടുന്ന് ഒരു വിധത്തിലാ ഈ കപിൽ രക്ഷപ്പെട്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ കളിയാക്കുന്ന പലരും പിന്നീട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ രക്ഷയ്ക്കെത്തും. അതെ അതെ. അപ്പോൾ നമ്മൾ മനസ്തപിക്കാൻ ഇടവരും. ഇത് കൊള്ളണ്ട. നമ്മുടെ മലമ്പുഴക്കാരന് മുകളിലൂടെ പോണ വഴിയില്ലേ? പ്രകൃതിയുടെ കളിത്തത്തിൽ അടിയൊലി എന്ന പാറി പുറക്കുന്ന എന്തൊരു രസം, എന്തൊരു സുഖമോ. ഒരു സ്കൈ വാക്ക് നടത്തുന്ന സുഖം കേട്ടോ അല്ലേ? ആരുടെയോ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. ഈശ്വര, എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്.
ആർക്കാണോ പറ്റിയത്? എന്താണ് എന്താ പറ്റിയത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? കരയാതെ പേടിക്കാതിരിക്കൂ. വരൂ. നല്ല വേദനയുണ്ടല്ലേ? കരയണ്ട. പേടിക്കാതിരിക്കൂ. എഴുന്നേൽക്കൂ. ആശുപത്രിയിൽ പോകണോ? മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഞാൻ സഹായിക്കാം. രണ്ടുപേരും വാ. പതുക്കെ അങ്ങനെ കാലിൽ ബലം കൊടുക്കണ്ട. എന്റെ തോളിൽ കൈയിട്ടോളൂ. വരൂ. കാലിൽ ബലം കൊടുക്കണ്ട. എന്റെ ഷോൾഡറിൽ കൈവച്ചു. എല്ലാം ശരിയാവോ? ഏത് നേരത്താണാവോ സാറേ, നമ്മുടെ പപ്പീസും ഗംഭീരമല്ലേ അത്? അതേലോ. എന്താ അവർക്ക് പറ്റിയത്? ആർക്കറിയാം. അവരെ താങ്ങി പിടിച്ചിരിക്കുന്നത് ആ കപിലാണല്ലോ. എന്തായാലും ശത്രു മിത്രമായല്ലോ. എന്തൊക്കെ പറഞ്ഞാ അവനെ കളിയാക്കിയത്? അതെ. എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. സാറോ? എന്താ പറ്റിയത് ഗംഭീർ? എന്താ? ഞങ്ങളൊന്ന് വീണു സാറേ. അതാ പറ്റിയത്. ഈ ചേട്ടൻ ആ വഴി വന്നത് കൊണ്ട് മാത്രമാ ഞങ്ങള് രക്ഷപ്പെട്ടു. ചേട്ടൻ എന്നല്ലല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കപിലിനെ വിളിച്ചത്. ശവത്തിൽ കുത്താതെ. അതെ, ആപത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഈ കപിലേ ഉണ്ടായുള്ളൂ. ഞങ്ങളോട് ക്ഷമിക്കണം സാറേ. ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, ഈ കപിലിനോടാ. ക്ഷമിക്കണം കൂട്ടുകാരാ, ഞങ്ങള് ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. സാരമല്ല കൂട്ടുകാരെ, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. നിങ്ങൾ ചെയ്ത തെറ്റുകൾ മറന്ന് നിങ്ങളെ സഹായിക്കാൻ എത്തിയ ഈ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. ദൈവമാണ് ഈ സമയത്ത് കപിലിനെ നിങ്ങളുടെ അരികിൽ എത്തിച്ചത്. ഇനിയെങ്കിലും നല്ല കുട്ടികളായി ദൈവത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കണം. മറ്റുള്ളവരുടെ കുറവുകൾ ദൈവാനുഗ്രഹമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ അതിനർത്ഥം കണ്ടെത്തി ചെയ്താൽ അത് മാണിക്യം പോലെ തിളങ്ങും. കാണാം മാണിക്യച്ചെപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ചിന്താവിഷയം ആധിയില്ലാത്ത ജീവിതം. അപ്പോൾ അതിനുള്ള ആക്ടിവിറ്റി നമ്മൾ അതിമനോഹരമായ ഒരു പുഷ്പം ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനുള്ള ആക്ടിവിറ്റി. നമുക്ക് ആദ്യമേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പൂ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് 5 സമചതുരാകൃതിയിലുള്ള കടലാസുകളാണ്. ഏത് നിറവും ഉപയോഗിക്കാം, 2, 4, 5 ഏത് വലിപ്പവും ഉപയോഗിക്കാം. തീരെ ചെറിയ വലിപ്പമാണെങ്കിൽ ചെറിയ പൂവായിരിക്കും, വലിയ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്കുള്ളത് വലിയൊരു പൂവായിരിക്കും ഉണ്ടായിരിക്കും. അപ്പം ഈ 5 പേപ്പർ കൂടാതെ നമുക്ക് നീളത്തിലുള്ള ഒരു പേപ്പറും കൂടെ വേണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ സ്റ്റെം ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂ ഉണ്ടാക്കാനായിട്ട് റെഡിയാകും. അപ്പോൾ ഇതിന് കളറുള്ള പേപ്പർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. സാധാരണ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറോ അല്ലെങ്കിൽ മാസികയുടെ പേപ്പറോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. റെഡിയല്ലേ? ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങിയാലോ? അപ്പം ആദ്യമേ നമുക്ക് ഒരു പേപ്പറിൽ ഉണ്ടാക്കി പഠിക്കാം. അപ്പം അത് തന്നെയാണ് 5 പേപ്പറിലും നമ്മൾ ആവർത്തിക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന് നമുക്ക് അല്പം ഗ്ലൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പം കുറച്ച് ഗ്ലൂവും തയ്യാറാക്കി വെക്കുക. ഇതുപോലെ ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഇങ്ങനെ ചേർത്ത് മടക്കിയിട്ട് ഒരു ഡയഗണൽ ഉണ്ടാക്കുക. ഇങ്ങനെ ചേർത്ത് മടക്കിയ പാട്ടിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയഗണലിലൂടെ ഒരു ലൈൻ കിട്ടും. ഇനി ചെയ്യേണ്ട അത് നൂർക്കുക. ഇനി നേരെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട്
പുതിയതായിട്ടുള്ള 2 ഓപ്പോസിറ്റ് കോർണേഴ്സ് ഉണ്ടല്ലോ, ആ കോർണേഴ്സിൽ മടക്കി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡയഗണലിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ് ഷേപ്പിൽ പേപ്പർ, ഇപ്പം നേരെ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ഷേപ്പിൽ പേപ്പറിൽ മാർക്കിംഗ് ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിൻ്റെ മുകളിലത്തെ വക്കിനെയും മുകളിലത്തെ മൂലയെയും താഴത്തെ മൂലയെയും നമ്മളിപ്പം ഇവിടെ ഇപ്പം എക്സ് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പോയിന്റിലേക്ക് മടക്കുക. നോക്കുക, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൃത്യ സെൻട്രൽ പോയിന്റിൽ എത്തുന്ന പോലെ ഇങ്ങനെ മടക്കുക. ഇത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പിടിക്കുക. മറ്റേ മുകളിലത്തെ വക്ക് ഇപ്പം മുകളിലായിട്ടുണ്ട്, താഴത്തെ വക്ക് മുകളിലായിട്ടുണ്ട്, അതിനെ നമ്മളിങ്ങനെ മടക്കുക. ഇനി ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ മൂലകൾ മടക്കിയല്ലോ, ഇനി ചെയ്യേണ്ടത് ഇപ്പം മുകളിലൊരു വക്കുണ്ട്, താഴെ ഒരു വക്കുണ്ട്. അപ്പം ഈ മുകളിലുള്ള വക്കിനെയും താഴെയുള്ള വക്കിനെയും നമ്മൾ ഈ നടുക്കോട്ട് ഇങ്ങനെ മടക്കുകയാണ്. നടുക്കുള്ള ലൈനില്ലേ, ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ആ ലൈനിലേക്ക് നമ്മൾ മടക്കാൻ പോകണം. അപ്പോൾ അതിങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞിട്ട് സാവകാശം എടുത്ത് നടുക്കോട്ട് മടക്കുക. അപ്പം മുകളിലുള്ള വക്കിനെ ഞാൻ മടക്കി. ഞാനിത് മടക്കാനുള്ള സൗകര്യത്തിന് പേപ്പറെ തിരിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വക്കിനെ മടക്കുവാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ പേപ്പറിൻ്റെ മുകളിലുള്ള വക്കിനെ നേരെ പുറകുവശത്തേക്ക് മടക്കുക. മുമ്പിലേക്കല്ല, പുറകുവശത്തേക്ക്, അതായത് ഇങ്ങനെ മടക്കുക. അപ്പം ഈ ഒരു ആകൃതിയിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടും. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ കൃത്യം നടുക്കൂടെ ഒരു വര ഓൾറെഡി ഉണ്ട്. ആ വരയിൽ കൂടെ ഇതിനെ വീണ്ടും പകുതിയായിട്ട് മടക്കുക. കണ്ട, അപ്പം ഇത്രയും കിട്ടി. ഇതിപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ 2 ഇതളുണ്ട് ഇതിനകത്ത്. ഇതൊരെതള്, ഇതൊരെതള്. നമ്മുടെ ഫ്ലവറിനകത്ത് 10 ഇതളുകളുണ്ട്. അപ്പം 5 പേപ്പർ മടക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലുള്ള 10 ഇതളുകൾ കിട്ടും. നമ്മളപ്പോൾ ഇനി ബാക്കി ഉള്ള പേപ്പറിലും ഇതുപോലെ തന്നെ മടക്കുക. അപ്പം നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൂവിനൊരു ചെറിയ സ്റ്റെം ഉണ്ടാക്കാനുള്ള ഭാഗമാണ്. അതിന് ചെയ്യേണ്ടത്, ഒരു കടലാസ് എടുത്തിട്ട് നമുക്ക് ആവശ്യം എന്തേരം നീളമാണോ വേണ്ടത് അത്രയും നീളത്തിൽ കടലാസിൻ്റെ നീളം എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എത്ര നീളം ആവശ്യം തോന്നത്തുണ്ട് കുറച്ച് ഭാഗം മുറിച്ച് കളയുകയാണ്. അതിപ്പോൾ എത്ര വേണമെന്നുള്ളതിൻ്റെ നിയമമൊന്നുമില്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള അത്രയും കടലാസ് എടുത്താൽ മതി. അതിനുശേഷം ചെയ്യേണ്ടത്, ഇതിനെ വേണമെങ്കിൽ നേരെ പകുതിയാക്കി മടക്കുക. അപ്പം വെർട്ടിക്കലായിട്ട് നമുക്കൊരു ലൈൻ കിട്ടും. ഈ ലൈനിലേക്ക് നമ്മൾ 2 അറ്റവും ഒന്ന് മടക്കുക. ഞാനിവിടെ വെച്ചിട്ട് മടക്കുവാണ്. അപ്പം ഒരറ്റം മടക്കി, അതുപോലെ തന്നെ മറ്റേ അറ്റവും മടക്കുക. അപ്പം 2 അറ്റവും നമ്മൾ മടക്കിയിട്ടുണ്ട്. അപ്പം ഇനി വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടെ നമുക്ക് പകുതിയാക്കാം. അപ്പം ഈ ഒരു വീതി കിട്ടും. പിന്നെ ഇത് നമ്മൾ ഫൈനലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വീതി കുറച്ചുകൂടെ കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പൂവിനകത്ത് വലിപ്പം ഉള്ളതായതുകൊണ്ട് ഇത്രയും വലിപ്പത്തിലുള്ള സ്റ്റെം ഇതിന് യോജിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പൂവ് എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് നോക്കാം. അപ്പോൾ പൂ പൂർത്തിയാക്കാനായിട്ട് ആദ്യമേ ഒരു ഇതളെടുക്കുക. ശേഷം ഗ്ലൂവിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ഗ്ലൂ എടുക്കുക. അപ്പം ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതിൽ ഇത് ഇതളായിട്ട് വരുന്ന ഭാഗം, അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചിറക് പോലെ 2 പേപ്പറുകളുണ്ട്. അപ്പം ഈ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ പശ തേക്കാറുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചിറക് പോലുള്ള പേപ്പറിൻ്റെ ഒരു വശത്ത് മാത്രമേ നമ്മൾ പശ തേക്കത്തുള്ളൂ. ബാക്കി എങ്ങോട്ടും പശ പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂവ് നന്നായിട്ട് വിടർന്നു വരത്തില്ല. അപ്പം പശ എടുത്തു കഴിഞ്ഞിട്ട് ഈ ചിറക് പോലുള്ള അകത്തുള്ള പേപ്പറില്ല, ആ പേപ്പറിൻ്റെ ഭാഗത്ത് പശ തേക്കുക. താഴേക്ക് ഒട്ടും പോകാത്ത നോക്കുക. പശ ഇങ്ങനെ തേക്കുക. പശ ഇങ്ങനെ തേച്ചതിന് ശേഷം ഈ 2 ചിറകുകൾ പോലുള്ള ഭാഗം ചേർത്ത് അങ്ങോട്ട് അമർത്തുക. ഇത് കണ്ടോ, ഇപ്പം ഒരു ഇതളാണ് നമ്മുടെ റെഡി ആയിരിക്കുന്നത്. അപ്പം 2ാമത്തെ ഇതൾ ഞാൻ എടുക്കുന്നു. 2ാമത്തെ ഇതളിലും ഈ ഇങ്ങനെ വിങ്സ് പോലുള്ള, അതായത് മെയിനായിട്ടുള്ള ഇതളിൻ്റെ സൈഡിലുള്ള ചെറിയ ഭാഗത്തിൽ നമ്മൾ പശ തേക്കുന്നു. ഇതാ പശ നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചേർത്തൊട്ടിക്കുന്നു. ചേർത്തൊട്ടിക്കുമ്പോഴത്തേക്കും പശ താഴെയുള്ള ഇതളിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വേറെ എവിടെയെങ്കിലും പശ തൊട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത് അടുത്ത ഏതെല്ലാം നമ്മൾ റെഡിയാക്കി. ഇനി മൂന്നാമത്തെ ഏതെല്ലാം നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തെ ഏതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പശ തേക്കുന്നു. മൂന്നാമത്തെ ഏതെല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം അല്പനേരം ചിലപ്പം പശയുടെ ഇതനുസരിച്ച് പശയുടെ ഏത് തരത്തിലുള്ള പശയാണെന്നുള്ളതനുസരിച്ച് നിങ്ങൾ ചിലപ്പം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് ഒട്ടാനായിട്ട്. അപ്പോൾ ഫെവിക്കോൾ വളരെ പെട്ടെന്ന് ഒട്ടുന്നതായതുകൊണ്ട് ഞാനിവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ എതളെടുത്ത് കഴിഞ്ഞാൽ എതളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ എതൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് ബാക്ക് ഭാഗം. ബാക്ക് ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം കാണാം, എക്സ്ട്രാ ആയിട്ടുള്ള പേപ്പറുകൾ കാണാം. അപ്പോൾ നമ്മൾ ഒരേ രീതിയിലായിരിക്കണം എല്ലാം വെക്കുന്നത്. അപ്പം നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഫ്രണ്ട് ഭാഗമാണെങ്കിൽ ഫ്രണ്ട് ഭാഗം തന്നെ ഫേസ് ചെയ്യുക, ബാക്ക് ഭാഗമാണെങ്കിൽ ബാക്ക് ഭാഗം തന്നെ ഫേസ് ചെയ്യുക. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പേപ്പർ നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം. അതായത് ഒരെണ്ണം ഫ്രണ്ട് ഭാഗം നിങ്ങളെ ഫേസ് ചെയ്യുന്ന പോലെ പിന്നെ ഒരെണ്ണത്തിൻ്റെ ബാക്ക് ഭാഗം ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ പൂവിൻ്റെ ഫിനിഷിങ് ശരിയാവുകയില്ല. അപ്പം ഇതുപോലെയല്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇനി ഒട്ടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ചതുപോലെ തന്നെ ഈ ഒരു ഇതിൽ മാത്രമേ നമ്മൾ ഒട്ടിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പശ തേക്കുക. അപ്പം നമ്മൾ ഒരു എതളിനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടുത്ത എതളിനെ ഒട്ടിക്കുക. ഇതും കൂടെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ 5 എതളും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൂ റെഡി ആയിട്ടില്ല. നമ്മുടെ ഇനി പൂ റെഡി ആകണമെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേരണം. അപ്പോൾ അതിനൊരു സ്വല്പ സമയം എടുക്കുമായിരിക്കും ഒട്ടാനായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ കൂടുതൽ പശ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ഇതാണ് പുറകുവശം നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കറിയാതെ കൂടുതൽ ഇതിൻ്റെ പുറകുവശമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ എതളുകൾ കൂടി ചേർന്നിരിപ്പുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എക്സ്ട്രാ പശ ഉണ്ടെങ്കിൽ അവിടെ എതളുകൾ ഇങ്ങനെ കൂടി ചേർന്ന് വരും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പശ തേക്കുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന 5 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി എല്ലാം ഒട്ടി കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് ഒട്ടിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഒട്ടിക്കഴിഞ്ഞു. അതാ നോക്കിക്കോളുക. ഇനി ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ പതുക്കെ വിടർത്തുക സൂക്ഷ്മതയോടെ. ഞാനിവിടെ നിലത്ത് വെച്ചിട്ട് വിടർത്താൻ പോവുകയാണ്. ഇതാ അപ്പം നമ്മൾ ഇത് വിടർത്തി നമ്മൾ കേട്ടോ. അപ്പം നമ്മുടെ ഇത് നേരത്തെ ഞാൻ കാണിച്ചത് ചെറിയൊരു പൂവായിരുന്നു. കുറച്ചുകൂടെ ചെറിയ കടലാസിലുണ്ടാക്കുമ്പോഴത്തേക്കാണ് ചെറിയ പൂ കിട്ടുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് കുറച്ചുകൂടെ വലിയൊരു പേപ്പറാണ് ഉപയോഗിച്ചത്. അപ്പോൾ പേപ്പറിൻ്റെ വലിപ്പം അനുസരിച്ച് പൂവിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം വരും. ഇപ്പം നമ്മുടെ പൂ പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റെമ്മ് പൂവിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെം എടുക്കുക, എന്നിട്ട് പൂ തിരിച്ചു പിടിക്കുക. ഈ പുറകിലത ഇവിടെ ഇങ്ങനെ ചെറിയ പോക്കറ്റ് പോലുള്ള ഭാഗമുണ്ട്. അപ്പം ഈ സ്റ്റെമ്മിലേക്ക് നമുക്ക് ഒരല്പം ഗ്ലൂ തേക്കാം. അല്പം ഗ്ലൂ സ്റ്റെമ്മിലേക്ക് തേച്ചതിന് ശേഷം നമ്മൾ ഈ പോക്കറ്റിനുള്ളിലേക്ക് അല്ലെങ്കിൽ വെറുതെ എതളിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഈ പോക്കറ്റിനുള്ളിലേക്കാണ് ഇതിനെ കയറ്റി വെച്ചത്. കണ്ടോ? അപ്പം ആ പൂ ഇങ്ങനെ തന്നെ സ്റ്റെമ്മിലേക്ക്. ഇതിന് നമുക്കൊരു ഫ്ലവർ വൈസിലോ വെക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ 3-4 കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള പേപ്പറുകൾ കൊണ്ട് നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്ലവർ വൈസിലൊക്കെ ഇത് വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൂടുതൽ മനോഹരമാക്കാം. ഇതിൻ്റെ ഈ നടുക്ക് എന്തെങ്കിലും ഒരു മുത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ബൈബിളിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ പുഷ്പങ്ങളെ നോക്കുവിൻ, അവ നൂൽക്കുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എന്നിട്ടും അവ എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ?
അപ്പം ഇതെന്താണ് ഇതിനകത്ത് നിന്ന് നമുക്ക് അർത്ഥമാക്കാനുള്ളത്? നമ്മുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പല സമയത്തും ആധിയിലാണ്, അല്ലേ, ആകാംക്ഷയിലാണ്. നമ്മൾ എന്തിനെ പറ്റിയാണ് ആകാംക്ഷ ഉണ്ടാക്കുന്നത്? നാളെ എന്നാ സംഭവിക്കും, അല്ലേ? എന്നാൽ മനുഷ്യൻ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജീവികളും എങ്ങനെയാണ് ചെയ്യുന്നത്? അവരാരും നാളെയെപ്പറ്റി ആലോചിച്ചൊന്നും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നു. എന്നാൽ നമ്മളോ? നമ്മൾ നാളെയെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, നാളെയെപ്പറ്റി ആദ്യം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നാളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തുമില്ല. ഇന്ന് നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? നാളെ മനോഹരമാക്കുക എന്നുള്ളതായിരിക്കരുത്. കാരണം അത് നമുക്കറിയില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ മനോഹരമാക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ ദിവസം, ഈ സമയം, ഈ നിമിഷം മനോഹരമായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും മനോഹരമായിട്ട് മാറുകയാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. അപ്പം ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എന്താണ് യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താ ഉള്ളത്? ഇന്നത്തെ ആഹാരം, അല്ലേ? നാളത്തെ ആഹാരം തരണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളുടെ എത്ര പേര് ഇന്നത്തെ ആഹാരത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്? വളരെ ചുരുക്കമായിട്ട്. നമ്മളിങ്ങനെ ബ്ലൈൻഡായിട്ട് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? 10 വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും, ഇതേപറ്റിയല്ലേ? അപ്പം ഇനിയെങ്കിലും ആ ഒരു ചിന്തയ്ക്ക് വിരാമം ഇട്ടിട്ട് ഈ നിമിഷം ഇപ്പോൾ ജീവിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഈ നിമിഷം മാത്രമേ ഉള്ളൂ സത്യം. ഈ സത്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവരാജ്യം നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നത്, അല്ലേ? സ്വർഗത്തിലെ പേര് ഭൂമിയിലും ആകണമേ. അപ്പം നമ്മളെല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നിമിഷത്തിൽ അങ്ങ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയില്ലാതെ, കഴിഞ്ഞതിനെ പറ്റിയുള്ള ചിന്തകളില്ലാതെ, ആകുലതകളില്ലാതെ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനോഹരമായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഭൂമി ഒരു സ്വർഗമായിട്ട് മാറാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പം നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഇപ്പോൾ ജീവിക്കുക, ഈ നിമിഷം ജീവിക്കുക. കഴിഞ്ഞത് എന്തുമാവട്ടെ, വരാനുള്ളത് എന്തുമാവട്ടെ, അത് രണ്ടും നമ്മുടെ കൈപ്പിടിയിലല്ല. ഇപ്പോൾ നമുക്ക് മനോഹരമായി ജീവിക്കാൻ തുടങ്ങാം. അതിനുവേണ്ടിയുള്ള ഒരു മോട്ടിവേഷനായി മാറട്ടെ ഈ മനോഹരമായ പുഷ്പം നിങ്ങൾക്ക്. ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ചിന്താവിഷയങ്ങളും കൂടുതൽ മനോഹരങ്ങളായ ആക്ടിവിറ്റികളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇന്നത്തെ കാഴ്ചവിരുന്ന് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്കും അയക്കാം നിർദ്ദേശങ്ങളും വിമർശനങ്ങളും. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. കളിച്ചിരി കാലങ്ങൾക്ക് ശേഷം ഇനി പ്രാർത്ഥനാ സമയം. നമുക്കിനി പരസ്പരം കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി, നമസ്കാരം.